ഇത്തവണത്തെ പരീക്ഷാകാലം സംസ്ഥാനത്ത് പലതരം പരീക്ഷണങ്ങളുടെ കൂടി കാലമാണ്. ചോരുന്ന ചോദ്യപേപ്പർ ഒരു വശത്തെങ്കിൽ ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റ് മറുവശത്ത്. താമസം എന്ന വാക്കിന് പകരം താസമം എന്ന് എഴുതിയാൽ എങ്ങനെയിരിക്കും? കാതോർക്കും എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് കാരോർക്കുമെന്നാണ്. ഇങ്ങനെ തുടരുന്നു +2 മലയാളം ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ. 1ഉം 2ഉമല്ല 14 അക്ഷരത്തെറ്റുകളാണ് ഒരൊറ്റ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. മാതൃഭാഷ തന്നെ പകച്ചുപോയ പരീക്ഷാകാലം. അക്ഷരത്തെറ്റുകളുള്ള ചോദ്യപേപ്പറുകൾ പിന്നെയും ഉണ്ടായി. ഇനി അക്ഷരത്തെറ്റുകൾ വിട്ട് വലിയ തെറ്റുകളിലേക്ക് വരാം. ചോദ്യപേപ്പറിൽ ഒരു കുട്ടിയുടെ കണ്ണീര് വീണ വാർത്ത നമ്മൾ കേട്ടത് മലപ്പുറത്ത് നിന്നാണ്. മറ്റൊരു വിദ്യാർത്ഥിനി സംസാരിച്ചതിന് ഇൻവിജിലേറ്ററായ അധ്യാപകൻ അനാമിക എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ പിടിച്ചു വെച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് ഒരു പരീക്ഷയാണ്. അതും 10ലും +1ലും അടക്കം എല്ലാ വിഷയത്തിലും A+ നേടിയ ഒരു മിടുക്കി കണ്ണീര് വാർത്തത് പരീക്ഷാ ഹാളിൽ വെച്ചാണ്. മറ്റൊരു സംഭവം നടന്നത് കോഴിക്കോടാണ്. SSLC പരീക്ഷ എഴുതുന്ന സ്വന്തം സ്കൂളിലെ കുട്ടികളെ സഹായിക്കുകയാണ് അതേ സ്കൂളിലെ അധ്യാപകർ. പരീക്ഷാ ദിവസം ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകർ സ്കൂളിലെത്തിയാണ് ക്രമക്കേടിന്റെ ഭാഗമാകുന്നത്. പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട പലതരം വിവാദങ്ങൾ സംഭവിക്കുമ്പോൾ ചോദ്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൂടിയാണ് ഉയരുന്നത്. ന്യൂസ് ബസും ചോദിക്കുകയാണ്, പരീക്ഷകൾ പ്രഹസനമാവുകയാണ്.